ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നെയ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ള ഉണക്കലരി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ഉണക്കലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ അരി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. അരി നമ്മളൊരു 3-4 തവണയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് വൃത്തിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ 3-4 തവണ നമ്മൾ കഴുകിയെടുക്കുക. പിന്നെ ഇതിൽ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ ഈ അരിയിൽ കല്ലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ അരി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അരി വേവാൻ വേണ്ടിയിട്ട് ഞാൻ 5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും ചേർത്തിട്ടാണ് നമ്മൾ ഈ അരി ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. അതിനുശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിമും കുറച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഇത് മൂടി വെക്കാൻ പാടുള്ളൂ. ആദ്യമേ തന്നെ മൂടി വെക്കരുത്. ഇപ്പോൾ അരിയിൽ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമും കുറയ്ക്കാം. അതുപോലെ തന്നെ മൂടി വെച്ചും കൊടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളം അങ്ങ് പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ല, മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 കപ്പ് വെള്ളത്തിൽ തന്നെ അരി വെന്ത് കിട്ടും. അപ്പോൾ ഈ അരി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. ഞാനിപ്പോൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ശർക്കരയിലേക്ക് ഞാനൊരു 3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എന്താ, നമ്മൾ അരി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരിയിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കണം. അരി ഒരുപാടങ്ങ് വെന്ത് പോവരുത്. കയ്യിലൊന്ന് എടുത്തിട്ടൊന്ന് ഞെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരുപാടങ്ങ് വെന്ത് പോകാനും പാടില്ല, എന്നാൽ വെന്തിട്ടും ഉണ്ടാവണം. ഒരു 1/4 വേവ് കഴിയുന്നത് വരെ നമ്മൾ അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കുമ്പോൾ ഒരുപാടങ്ങ് അരി വെന്തിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അരി ഒരു 1/4 വേവ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ശർക്കര പാനിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് അളവിനുള്ള വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അരി എടുക്കുമ്പോൾ ഈ ഒരു അളവിൽ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ വെള്ളം വറ്റി വരുമ്പോഴേക്കും അരി ഒരു 1/4 വേവായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ അരി ഒരുപാടങ്ങ് വേവത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അരി 1/4 വേവായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുള്ളൂ. ഈ ശർക്കര പാനിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി കുറുകി വരണം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ അരി വേവിച്ചെടുക്കുമ്പോഴും നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോഴേക്കും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂടി തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ശർക്കര പാനി ചേർത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ അരി വേവിച്ചപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മളിതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇടയ്ക്കൊക്കെ ഓരോ സ്പൂൺ നെയ്യ് വീതം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആകെ 5 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെയ്യ് 3 ടീസ്പൂൺ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ശർക്കര പാനി കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇനി വീണ്ടും വറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വയ്ക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കൂടി ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചുക്കുപൊടിയും ചേർത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ശർക്കരയുടെ കളറിനനുസരിച്ചിട്ടായിരിക്കും പായസത്തിൻ്റെ കളറും ഉണ്ടാവുക. നല്ല ഡാർക്കായിട്ടുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ പായസത്തിന് നല്ല ഡാർക്ക് കളറായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പായസത്തിന് കളറ് കുറവായിരിക്കും. അപ്പോൾ ശർക്കരയുടെ കളറിനനുസരിച്ചിട്ടാണ് നമ്മുടെ പായസത്തിനും കളർ ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മുടെ പായസമൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തിടണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാനൊരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നെയ്യിലാണൊന്ന് വറുത്തെടുക്കുന്നത്. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമ്മുടെ പായസത്തിലേക്ക് ആ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് വറുത്ത ആ ഒരു നെയ്യും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പായസം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമും അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം പായസം ഇതിൽ കൂടുതൽ കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിനാവുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ നെയ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മൾ ഈ ഒരു നെയ്പായസത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്ത് ചേർത്ത് കൊടുക്കാറില്ല, തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉണക്കമുന്തിരി വറുത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്താൽ അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെയ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്